രാവിലെ എണീച്ച് വന്നിട്ട് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ 2 തട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് ഇതിപ്പോൾ ധാരാളമായിട്ട് ഉണ്ടാവും കേട്ടോ. പാറുകുട്ടിക്ക് ഉച്ച തിരിഞ്ഞിട്ട് കൊടുക്കാനും ഇതൊന്നും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയുടെ പണി അങ്ങനെ കയറ്റി വെച്ചു. ഇഡ്ഡലിയുടെ പണി കഴിഞ്ഞു. പിന്നെ സാമ്പാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാറും ആയി. അപ്പോൾ കാലത്തെ ചായക്കുള്ള കടിയും ഒക്കെ ആയി കേട്ടോ. ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. അത് ഞാൻ ഇതിൽ ചോറൊന്നും അരച്ച് ചേർക്കില്ല കേട്ടോ. വെറുതെ പച്ചരിയും അതുപോലെ ഉഴുന്നും വെച്ചിട്ട് തന്നെ ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പനിക്കൂർക്കയുടെ ഇലയും തുളസിയും പൊട്ടിക്കാൻ പോയിട്ടോ. കാരണം പാറുവിന് ഇപ്പോഴും നല്ല കുറുങ്ങലും കപക്കെട്ടും പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ നീര് 2 നേരം കൊടുക്കും. പിന്നെ മോട്ടർ നാശമായിരുന്നു. അപ്പോൾ ഇത് ചേട്ടൻ നന്നാക്കാന്ന് പറഞ്ഞ് നന്നാക്കാണ്. പിന്നെ ഞാൻ വീണ്ടും അകത്തേക്ക് തന്നെ കയറി വന്ന് കോവയ്ക്ക് ഇരിക്കണ്ടായിരുന്നു കേട്ടോ കുറച്ച്. അപ്പോൾ കോവയ്ക്കൊക്കെ കഴുകി അരിയാനായിട്ട് നിന്നു. ഇവിടെ ഓരോ ദിവസവും ഓരോ ഷേപ്പിലാട്ടോ ഞാൻ അരിഞ്ഞെടുക്കുക. ഇതിൻ്റെ ഇടയിൽ പാറുകുട്ടി വന്നിട്ട് കേക്ക് വേണമെന്ന് കൊണ്ടാട്ടോ വന്നേക്കണേ. ഞാൻ ഇതിലൊരു സവാള അരിഞ്ഞിടും കേട്ടോ. പാറുകുട്ടിക്ക് അപ്പോൾ ഒരു കഷ്ണം കേക്ക് ഞാൻ എടുത്തു കൊടുത്തു. കുറച്ച് കഴിച്ചാൽ മതി, പകുതി അമ്മയ്ക്കും തന്നോളട്ടാന്ന് കൊണ്ടാണ് കൊടുത്തയച്ചേക്കണേ. പിന്നെ ഞാൻ കോവയ്ക്കയുടെ ഉപ്പേരിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ കാച്ചിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ചിട്ടിട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ തന്നെ വറ്റിച്ചെടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉപ്പേരി വയ്ക്കാറ്. പിന്നെ ഒരു മുട്ടയും കൂടിയും പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരു മുട്ടയും കൂടിയും പൊരിച്ചെടുത്തു. പിന്നെ ഞങ്ങൾ ഊണ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ, ഞാനും പാറുക്കുട്ടിയും. അപ്പോൾ ചോറ്, സാമ്പാർ, കോവയ്ക്കയുടെ ഉപ്പേരി, പിന്നെ പുളിയിഞ്ചി, നാരങ്ങ ഉണ്ടായിരുന്നു, പിന്നെ ഒരു മുട്ട പൊരിച്ചതും. അപ്പം നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം എൻ്റെ ഗടികളെ നമുക്ക് പിന്നെ കാണാം.